കേരളത്തിലെ സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14 അതായത് നാളെ വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സെമിനാറുകൾ സംഘടിപ്പിക്കണം, നാടകം കളിക്കണം തുടങ്ങിയ വിഷയങ്ങൾ എങ്ങനെയെല്ലാം ഇടപെടാമോ അതെല്ലാം വേണമെന്നാണ് ഗവർണർ പുറത്തിറക്കിയ സർക്കുലറിൽ ഉള്ളത്. നമസ്കാരം, ഇൻസൈഡറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗവർണറുടെ പ്രതിഷേധം, അതായത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു. RSS പരിപാടി എന്തിനാണ് ക്യാമ്പസുകളിൽ എന്ന വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇഴകീറി പരിശോധിച്ചാൽ ശരിയാണ്. വിഭജന ഭീതി ദിനത്തെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനുമാണ് BJP അടക്കമുള്ള സംഘപരിവാർ ശക്തികൾ എന്നും ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഉന്നം എന്നും നെഹ്റുവും കോൺഗ്രസുമായിരുന്നു. ആ ഓപ്പറേഷൻ കേരളത്തിലേക്ക് എത്തുകയാണ്. അതാദ്യം എത്തുന്നത് നമ്മുടെ ക്യാമ്പസുകളിലേക്കാണ്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷം 2022 മുതൽ ഈ ദിനം ആചരിച്ചു തുടങ്ങി. എന്നാൽ ഈ ദിനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: രണ്ട് രാജ്യങ്ങൾ പിറന്ന ആ വിഭജന കാലത്തെ സംഘപരിവാർ നെറേറ്റീവിലൂടെ അപഗ്രഥിക്കുക, വെറുപ്പുണ്ടാക്കുക, പാകിസ്ഥാന്റെ പേരിൽ നെഹ്റുവിൻ്റെയും കോൺഗ്രസിനെയും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തുക. 2022 തുടങ്ങി ഇന്നേ വരെ അത് മാത്രമാണ് BJP കൈക്കൊണ്ടിട്ടുള്ള സ്ട്രാറ്റജി. ഉത്തരേന്ത്യയിലടക്കം ഓഗസ്റ്റ് 14 യഥാർത്ഥത്തിൽ വിഭജന ഭീതി ദിനമല്ല, വെറുപ്പ് പടർത്തൽ ദിനമാണ്. ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ രാജ്യത്തുനിന്നും മുസ്ലിങ്ങൾ അവരുടെ രാജ്യത്തുനിന്നുമുള്ള വിഭജന പ്രസ്താവനകൾക്കുള്ള ദിനമാണ്. വെറുപ്പ് പടർത്താൻ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അനുവദിച്ചു നൽകിയ ഒരു ദിനം. എന്തിനും ഏതിനും നെഹ്റുവിനെയും കോൺഗ്രസിനെയും കുറ്റം പറയുന്ന സംഘപരിവാറിന് വീണ്ടും മുൻ പ്രധാനമന്ത്രിയെ പഴിക്കാനുള്ള ഒരു ദിനം മാത്രമാണ് ഓഗസ്റ്റ് 14. അതിൽ സംശയമില്ല. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം കൂടിയാണ് ഓഗസ്റ്റ് 14 എന്നത് കൂടി ഓർക്കണം. 2022 ആദ്യത്തെ വിഭജന ഭീതി ദിനാചരണത്തിൽ BJP പുറത്തിറക്കിയ വീഡിയോയിലെ ചിത്രം പോലും നെഹ്റുവും ജിന്നയുമായിരുന്നു. ലക്ഷ്യം കോൺഗ്രസ് ആണ്, നെഹ്റുവാണ് എന്നത് വ്യക്തമാണ്. ഒളിയും മറയുമില്ലാതെ രാജ്യത്തെ പല BJP സംഘപരിവാർ നേതാക്കളും ഈ അവസരം മുതലെടുക്കുന്നുണ്ട്. വിഭജന ഭീതി ദിനം ആചരിച്ചില്ലെങ്കിൽ പോലും നെഹ്റുവിനെ ചീത്ത പറയാതെ BJP നേതാക്കൾക്ക് ഉറക്കം വരാറില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെങ്കിൽ പോലും അങ്ങനെ തന്നെ. ഇതിപ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പങ്കുമില്ലാത്ത കുറച്ചു പേർക്ക് രാജ്യത്തിന്റെ നിർണായക രാഷ്ട്രീയ ചരിത്രമെഴുതിയ കോൺഗ്രസിനെയും നെഹ്റുവിനെയും പഴിക്കാൻ ഔദ്യോഗികമായി കിട്ടിയ ഒരു ചാൻസ് അത്രയുള്ളൂ. അതിതീവ്ര ദേശീയതയാണ് എന്നും എക്കാലവും സംഘപരിവാറിന്റെ രാഷ്ട്രീയ ഇന്ധനം. വിഭജന ഭീതി ദിനാചരണം എന്നതും കൂടുതൽ ഭിന്നിപ്പിക്കുക എന്ന രാഷ്ട്രീയ പദ്ധതിക്ക് പുറമെ തീവ്ര ദേശീയത ഉത്ബോധിപ്പിച്ച് രാഷ്ട്രീയ അധികാരം കൈയാളാനുള്ള ഒരു പദ്ധതി തന്നെയാണ്. അതിൽ സംശയമേ വേണ്ട. അന്നേ ദിവസം ഉയർന്നു വരുന്ന പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളും മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും എന്താണ് ആ ദിവസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന്, എന്തിനാണ് ആ ദിവസം പ്രഖ്യാപിച്ചതെന്ന്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചരിത്രം തന്നെയാണ് വിഭജനം, തർക്കമില്ല. പക്ഷേ BJP കൊണ്ടുവന്ന വിഭജന ഭീതി ദിനമെന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അതിന് തെളിവ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലുമുണ്ട്. അതിനെയാണ് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ക്യാമ്പസുകളെയും വലതുപക്ഷവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി മുറക്കി നടക്കുന്ന കാലമാണ്. യൂണിവേഴ്സിറ്റികളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഭാരതമാതാവിൻ്റെ ചിത്രം കടന്നുവരുന്നു. RSS വിദ്യാഭ്യാസ സമിറ്റികളിൽ നമ്മുടെ സ്വന്തം സർവകലാശാലകളുടെ VCമാർ പങ്കെടുക്കുന്നു. വിദ്യാഭ്യാസത്തിലൂടെ കേരളം നേടിയ മുന്നേറ്റങ്ങളെയും സാമൂഹ്യ പുരോഗതിയെയും പിന്നോട്ടടിക്കാനുള്ള ശ്രമങ്ങൾ ഒന്നൊന്നായി നടന്നു വരുന്നുണ്ട്. അതിലേക്കുള്ള പുതിയ എൻട്രി കൂടിയാണ് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം. ചരിത്രം നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുക തന്നെ വേണം, അറിഞ്ഞിരിക്കുക തന്നെ വേണം. പക്ഷേ അതൊരിക്കലും വികലമാക്കപ്പെട്ട ചരിത്രമാകരുത്, വിദ്വേഷം തുളുമ്പുന്ന ചരിത്രവുമാകരുത്.